ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബീഫ് കറി എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ബീഫ് കറിയിലോട്ട് നമുക്ക് പോയിട്ട് വരാം ഗായ്സ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ബീഫ് കറി വെക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊച്ചുള്ളി എല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ്. ഇതൊന്ന് ചതച്ചെടുക്കാൻ ഗായ്സ്. ഇതൊന്ന് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് അത് ആദ്യം ഇഞ്ചി ചതച്ചെടുക്കാം. കണ്ടോ ഗൈസ്, ഇങ്ങനെ പറ്റിച്ച്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ബീഫിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇടുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കൊച്ചുള്ളിയെല്ലാം ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വേപ്പിലയും കൂടെ കയറി ഇതിനകത്തോട്ട് ഇടാം. കണ്ടോ, ഞങ്ങൾ കുറച്ച് വേപ്പില കയറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇടാൻ പോകുന്നത്. അപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മളിട്ടത്. ഇച്ചിരിയും കൂടി ഇടുക. ഒരു കൈമായ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഇടുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ആ അരപ്പെല്ലാം അതിനകത്ത് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിക്കഴിയാൽ ബീഫ് നന്നായിട്ട് വേഗത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി പറ്റിച്ച് കൊടുക്കുമ്പോൾ കണ്ടോ, നന്നായിട്ടൊന്ന് ഇതൊക്കെ ആക്കി കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കണ്ടോ, ബീഫ് മസാല ഇട്ട് കൊടുക്കുന്നവരുണ്ട്, ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ ബീഫ് മസാല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഗൈസ്. അതിട്ട് കൊടുത്താലും ടേസ്റ്റാണ്. ഗരം മസാല പൊടിയാണ് ഗൈസ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് വിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ ഈ അരപ്പും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടൊന്ന് സെറ്റ് ആവണമല്ലോ ഗൈസ്. അപ്പോൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മളിത് നന്നായി ഇളക്കി വെച്ച് കൊടുക്കണം ഗൈസ്. കണ്ടോ ഗൈസ്, ഇങ്ങനെ വേണം എല്ലാവരും ഇളക്കി കൊടുക്കാൻ. ഇച്ചിരി വലിയ തവി എടുക്കുക ഗൈസ്. നമ്മളിവിടെ കുഞ്ഞു തവിയാണ് എടുത്തത്. നമുക്ക് ഇച്ചിരി ബീഫേ ഉള്ളൂ, അതുകൊണ്ടാണ് കുക്കർ വെക്കുന്നത്. നമ്മൾ സാധാരണ ചട്ടിയിലൊക്കെയാണ് വെക്കാറ്. അപ്പോൾ ഞങ്ങൾ കുക്കർ വെക്കുക. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഇതുമായ എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഇപ്പോൾ കുക്കർ വെച്ചൊന്ന് വേവിച്ചിട്ട് നമുക്ക് ചട്ടിയിലോട്ടൊന്ന് വെച്ച് സെറ്റാക്കി എടുക്കാം. നമ്മൾ കുക്കറിലെല്ലാം വേവിച്ച് വെച്ച് 2-3 വിസിലൊക്കെ അടിച്ച് വെന്തിട്ടുണ്ട്. നമുക്കിനി ചട്ടിയിലോട്ടാക്കി കറി വയ്ക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ എണ്ണയൊക്കെ ചൂടാകാൻ നമ്മൾ കടുകിടുകയാണ്. കടുകിടുമ്പോൾ സൂക്ഷിച്ച് നിൽക്കുക, പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, കടുകിട്ടിട്ടുണ്ട്. അപ്പോൾ കടുകിട്ട് കണ്ടോ, കടുക് പൊട്ടാറാകുമ്പം നമ്മൾ കുറച്ച് വേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കണ്ടോ, കടുക് പൊട്ടാറായിട്ടുണ്ട്. കണ്ടോ, ഇത് കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഉണക്കമുളകും വേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഗൈസ്, ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. കൊച്ചുള്ളിയാണ് കേട്ടോ. ഈ ബീഫിനൊക്കെ നമ്മൾ കൊച്ചുള്ളി ഇട്ട് വെച്ചാലേ അതിൻ്റേതായ ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ കൊച്ചുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് വാടിയൊരു ബ്രൗൺ കളറാണ് അല്ലേ. ഉപ്പിടണം, കുറച്ച് ഉപ്പിട്ട് ഉണ്ടോ, ആവശ്യത്തിന് അത്ര ഉപ്പിട്ട് ഒരു ലേശം മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി നിങ്ങൾ വിചാരിക്കും ബീഫിനൊന്നും ഇട്ടില്ലെന്ന്. നമ്മൾ ബീഫിന് എല്ലാം ഇട്ട് മസാലക്കൂട്ടും ആ സംഭവങ്ങളെല്ലാം ഇട്ടാണ് നമ്മൾ കുക്കറിൽ വെച്ച് അടിച്ച് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ എണ്ണ, കടുക്, വേപ്പില, ഉണക്കമുളക്, പിന്നെ ഉള്ളി, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് മാത്രമേ നമ്മൾ ചട്ടിക്കകത്തോട്ട് ഇനി ഇടുന്നുള്ളൂ. ബാക്കി ഇനി ഇതെന്തോ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ബീഫ് വെന്തോന്ന് തുറന്ന് നോക്കാം ഗായ്സ്. കണ്ടോ, നല്ല പരുവമായിട്ടുണ്ട് ഗായ്സ്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കഷ്ണം ഇങ്ങനെ പൊക്കി കാണിക്കാം. കണ്ടോ ഗായ്സ്, വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ബീഫെല്ലാം വെന്ത് വന്നത്. ഇനി ബീഫ് നമ്മൾ ഈ ചട്ടിക്കകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഗായ്സ്. കണ്ടോ, ആ വെള്ളം എല്ലാം വിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ ആ ബീഫിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ
നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഗൈസ്. ഇവിടെ ബീഫ് കറിയുടെ നല്ല മണമുണ്ട്. കണ്ടോ ഗൈസ്, ഒന്നിങ്ങനെയൊക്കെ ആക്കി നമുക്കൊന്നും കൂടെ വേകണം ഇത്. കണ്ടോ ഗൈസ്, അപ്പോൾ നമ്മുടെ മുളകൊക്കെ മൂത്ത് നല്ല ഒരു പരുവമായിട്ടുണ്ട്. നമുക്ക് മുളകൊക്കെ ഇനി നന്നായിട്ട് ഇറക്കാം ഗൈസ്. ഇപ്പം മുളക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് നമുക്ക് നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മൂപ്പിച്ച് എടുക്കുവാണ് നമ്മൾ. എന്ന് വെച്ചാൽ ബീഫ് കറിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. മൂപ്പിച്ച് നന്നായിട്ട് ഇളക്കി മൂത്ത് വരണം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ മൂപ്പിച്ച് വെച്ചാൽ മുളകും മല്ലിയും ഒന്ന് വിതറി കൊടുക്കാം ഗൈസ്. നമ്മൾ ഇച്ചിരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇനി ഇട്ടിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മളത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഗൈസ്. കണ്ടോ, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചട്ടി ഒരു കൈ കൊണ്ട് പിടിച്ചില്ലെങ്കിൽ ചട്ടി അപ്പുറത്ത് പോവും ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ കേട്ടോ, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഗൈസ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ചോറുണ്ണാൻ വെച്ച് നമ്മൾ ഇച്ചിരി ചോറിടുകയാണ് കഴിക്കാൻ. മതി ലേശം ചോറ് നമ്മൾ എടുക്കുന്നോള്. കുറച്ച് ബീഫ് കറിയൊക്കെ എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഭയങ്കര കളർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷീറ്റിൻ്റെ കളറാണ് കേട്ടോ. അത് ഭയങ്കര എരിവാന്ന് ആരും വിചാരിക്കണ്ട, ഷീറ്റിൻ്റെ കളറാണ്. ഓക്കെ, നമ്മൾ ഇത്രയും എടുക്കുന്നോളൂ. നമുക്ക് ഡൈനിങ് ടേബിളിലിരിക്കാം നമുക്ക്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തിട്ടുള്ള കുറച്ച് സലാഡാണ്. മോര് ഉണ്ടോ, കലക്കി കൊടുക്കുക. എന്നിട്ട് ഈ മോര് പൊക്കി ഈ ചോറിലോട്ട് ഒഴിക്കുക. നമുക്ക് തിന്നാം ഗൈസ്. അപ്പം ഗൈസ്, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങളെല്ലാം കറിയൊക്കെ കണ്ടു കാണും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ചിറങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ വലിയ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മൾ അതെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബായ്.